ഇലക്ട്രിക്കൽ മെഷീൻ ലിമിറ്റഡിന് വൻ വിറ്റുവരവ്. 2025-26 വർഷത്തിൽ 15 കോടിയിലേറെ രൂപയുടെ വിറ്റുവരവ് നേടിയാണ് റെക്കോർഡ് സൃഷ്ടിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ ഇരട്ടിയാണ് ഇത്തവണത്തെ വിറ്റുവരവ്. ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി ദീർഘകാലം തൊഴിലാളികൾ സമരത്തിലായിരുന്ന ബെൽ EML ആണ് പിന്നീട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കെൽ EML എന്ന പേരിൽ പ്രവർത്തനം തുടങ്ങിയത്. മൊഗ്രാൽ പുത്രു ബെദ്രഡ്കയിലെ കെൽ യൂണിറ്റ് നഷ്ടത്തിൽ പ്രവർത്തനം തുടരുന്നതിനാൽ കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ ബെൽ സംയുക്ത പങ്കാളിത്തത്തോടെയാണ് ബെൽ EML എന്ന പേരിൽ നേരത്തെ പ്രവർത്തനം നടത്തിയിരുന്നത്. തുടക്കത്തിൽ വലിയ പ്രതീക്ഷകളായിരുന്നു. പിന്നീട് പ്രവർത്തനം നിലച്ച് ശമ്പളം പോലും കിട്ടാതെ ജീവനക്കാർ ദീർഘകാലമായി സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. തുടർന്നാണ് സംസ്ഥാന സർക്കാർ ഇത് തിരികെ ഏറ്റെടുത്ത് 2022 ഏപ്രിൽ 1 കെൽ ഇലക്ട്രിക്കൽ മെഷീൻ ലിമിറ്റഡ് എന്ന പേരിൽ ആരംഭിച്ചത്. 77 കോടി രൂപ പുനരുദ്ധാരണ പാക്കേജ് പ്രഖ്യാപിച്ചായിരുന്നു തുടക്കം. അതിൽ വിവിധ ഘട്ടങ്ങളിലായി 33 കോടിയിലേറെ രൂപ ലഭിച്ചു. ഇപ്പോൾ 67 സ്ഥിരം ജീവനക്കാർ ഉൾപ്പെടെ 90 പേരുണ്ട്. അവർക്കെല്ലാം നിശ്ചിത തീയതി തന്നെ ശമ്പളം നൽകുന്ന സ്ഥാപനമായി മാറി. സ്ഥാപനത്തിൽ ജീവനക്കാർക്ക് കഴിഞ്ഞ മാർച്ച് ശമ്പളം മുതൽ 1500 രൂപ ഇടക്കാലാശ്വാസം സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളായ കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡിൽ അവസാന ശമ്പള പരിഷ്കരണം 2009 നടത്തിയതെന്നത് പരിഗണിച്ചും കെൽ ഇലക്ട്രിക്കൽ മെഷീൻസ് ലിമിറ്റഡ് എന്ന പുതിയ പൊതുമേഖലാ സ്ഥാപനം രൂപീകരിച്ചതിന് ശേഷം ഇടക്കാലാശ്വാസം നൽകിയിട്ടില്ല എന്ന കാരണമാണ് ഈ രണ്ട് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് മാർച്ച് മുതൽ 1500 രൂപ ഇടക്കാലാശ്വാസം അനുവദിച്ചത്. സർക്കാരിന്റെ ഈ ഉത്തരവ് ജീവനക്കാർക്ക് സഹായമായി. ഇടക്കാലാശ്വാസം അനുവദിക്കുന്നതിലുണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത പൊതുമേഖലാ സ്ഥാപനം സ്വന്തമായി കണ്ടെത്തണം. ഇടക്കാലാശ്വാസം അനുവദിക്കുന്ന തുക ദീർഘകാല കരാർ ശമ്പള പരിഷ്കരണം അനുവദിച്ചു നൽകുമ്പോൾ അതിൽ കിഴിവ് വരുത്തുമെന്നാണ് മാനദണ്ഡം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.